വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 23, 13 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ സ്വർഗരാജ്യം അടച്ചുകളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കാൻ നിങ്ങൾ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. ചേർന്നു കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതിയാക്കി തീർക്കുന്നു. അന്ധരായ മാർഗദർശികളെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പറയുന്നു, ഒരുവൻ ദേവാലയത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, ദേവാലയത്തിലെ സ്വർണത്തെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരും മൂഢരുമായവരെ, ഏതാണ് വലുത്? സ്വർണമോ, സ്വർണത്തെ പവിത്രമാക്കുന്ന ദേവാലയമോ? നിങ്ങൾ പറയുന്നു, ഒരുവൻ ബലിപീഠത്തെ കൊണ്ട് ആണയിട്ടാൽ ഒന്നുമില്ല, എന്നാൽ ബലിപീഠത്തിലെ കാഴ്ചവസ്തുവിനെ കൊണ്ട് ആണയിട്ടാൽ അവൻ കടപ്പെട്ടവനാണ്. അന്ധരെ, ഏതാണ് വലുത്? കാഴ്ചവസ്തുവോ, കാഴ്ചവസ്തുവിനെ പവിത്രമാക്കുന്ന ബലിപീഠമോ? ബലിപീഠത്തെ കൊണ്ട് ആണയിടുന്നവർ അതിനെ കൊണ്ടും അതിന്മേലുള്ള എല്ലാ വസ്തുക്കളെ കൊണ്ടും ആണയിടുന്നു. ദേവാലയത്തെ കൊണ്ട് ആണയിടുന്നവൻ അതിനെ കൊണ്ടും അതിൽ വസിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. സ്വർഗത്തെ കൊണ്ട് ആണയിടുന്നവൻ ദൈവത്തിന്റെ സിംഹാസനത്തെ കൊണ്ടും അതിൽ ഇരിക്കുന്നവനെ കൊണ്ടും ആണയിടുന്നു. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം വെടിപ്പാക്കുന്നു, എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധരായ ഫരിസേയ, പാനപാത്രത്തിന്റെയും ഭക്ഷണപാത്രത്തിന്റെയും പുറം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്ക് ദുരിതം! നിങ്ങൾ വെള്ളയടച്ച കുഴിമാടങ്ങൾക്ക് സാദൃശ്യരാണ്. അവ പുറമേ മനോഹരമായി കാണപ്പെടുന്നെങ്കിലും അവയ്ക്കുള്ളിൽ മരിച്ചവരുടെ അസ്ഥികളും സർവ്വവിധ മാലിന്യങ്ങളും നിറഞ്ഞുകിടക്കുന്നു. യേശു മുഴക്കിയ പ്രവാചക ശബ്ദം. മനുഷ്യചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്നോളം മുഴങ്ങിക്കേട്ടിട്ടുള്ള പ്രവാചക ശബ്ദങ്ങളിൽ വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവാചക ശബ്ദത്തിന്റെ മുഴക്കമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിൻ്റെതായി നാം കേൾക്കാനിടവരിക. യേശുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദ സമുദായത്തിൽപ്പെട്ട ഫരീസയരെയും നിയമജ്ഞരെയും നോക്കിക്കൊണ്ടാണ് അതിശക്തമായ രീതിയിൽ യേശു പ്രതികരിക്കുന്നത്. യേശു അവരിൽ കണ്ട പ്രധാനപ്പെട്ട തെറ്റ് തത്വദീക്ഷയില്ലാത്ത ഒരു ജീവിതശൈലി, ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത ഒരു പ്രവർത്തന ശൈലി, ഇരട്ടത്താപ്പ് നയം, തങ്ങൾ ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നവരും മതനിയമങ്ങളെ പാലിക്കുന്നവരുമാണ് എന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രാപ്തരാണവർ. എന്നാൽ സത്യത്തിൽ അവരുടേതായിട്ടുള്ള നിക്ഷിപ്ത താൽപര്യങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി കൗശലപൂർവം ദൈവിക നിയമങ്ങളെ ലംഘിക്കുകയും മതനിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്ത് സാധാരണ ജനങ്ങളെ തങ്ങളുടെ പക്കലേക്ക് ആകർഷിക്കുന്നതിനുള്ള വൈഭവം, തങ്ങൾ നല്ലവരാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അഭിനയിക്കാനുള്ള ആ കഴിവ്, ഈ തരം പ്രവർത്തന ശൈലികളുള്ള ആളുകൾ അവരായതുകൊണ്ടാണ് യേശു അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തങ്ങൾ നല്ലവരാണ്, നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നടിക്കുകയും
എന്നാൽ അവസരം കിട്ടുമ്പോൾ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചതിക്കാനും ഒരു തരത്തിലും മടി കാണിക്കാത്ത, സമൂഹത്തിന്റെ മുമ്പിൽ നല്ല പിള്ള ചമയുന്ന ഒരുതരം ഭക്തര്. യേശുവിനെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു പ്രവർത്തന ശൈലിയാണിത്. ഇത്രയും ശക്തമായ പ്രതികരണത്തിൽ നിന്ന് നമുക്കൊന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കണം. യേശു ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ചാബല്യം നിറഞ്ഞവനാണ്, അവന് ബലഹീനതയുണ്ട് എന്ന് മനുഷ്യനും കൂടിയായ യേശുവിന് നന്നായിട്ട് അറിയാം. പക്ഷേ ആ മനുഷ്യൻ സത്യസന്ധമായി സുതാര്യതയോടുകൂടെ നിർമ്മലമായ ഹൃദയത്തോടുകൂടെ പെരുമാറാൻ ഇടവന്നാൽ അവന് ജീവിതത്തിൽ വിജയിക്കാം. അതല്ല മറ്റുള്ളവരെ എല്ലാ തരത്തിലും ചൂഷണം ചെയ്യുന്നതിനു വേണ്ടി ഭക്തന്റെ വേഷം എടുത്തണിയുകയും കുഞ്ഞാടുകളുടെ വേഷമണിയുകയും ഉള്ളിൽ യഥാർത്ഥത്തിൽ ചെന്നായി ആയി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ തരം ഇരട്ടത്താപ്പ് നയം വർജിക്കേണ്ടതാണ് എന്നതാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ തന്റെ അനുയായികളായ നമുക്കൊക്കെ നൽകുന്ന സന്ദേശമായിട്ട് നാം കരുതേണ്ടത്.